സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഗാനമേളെ എവിടെ നോക്കിട്ടാണോ പാടണ സുന്ദരിന്ന്? അതെ, എനിക്കും കാണണം. കണ്ട പേടിയും. ഫോട്ടോ എടുക്കല്ലേ, ഫോട്ടോ എടുക്കല്ലേ, പാർട്ടി അറിഞ്ഞാ സസ്പെൻഡ് ചെയ്യും. ഞാൻ ഫോട്ടോ എടുക്കും. മാത്യു ചേട്ടനെ ഈ രൂപത്തിൽ കാണാൻ എന്തു ഭംഗിയാന്നറിയാമോ? ഞാൻ ഫോട്ടോ എടുക്കും കേട്ടോ. ഇവിടെ വല്ല ഒളിക്യാമറ ഉണ്ടടി? മാത്യു ചേട്ടൻ അത്രയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? പിന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തല്ലേ, ഇതൊക്കെ നമ്മൾ തമ്മിലുള്ള സീക്രട്ട് അല്ലേ? നമ്മുടെ മെമ്മറിയിൽ മതി. അതെ, വാക്ക് പറഞ്ഞൊന്നും മറക്കാതിരുന്നാ മതി. മോടെ പഠിത്തം ഇക്കൊല്ലം തീരും. നമുക്കവിടെ കല്യാണം നടത്തണ്ടേ? ആരുടെ? എന്റെ മോടെയും മാത്യു മോന്റെയും. വേറെ ആരുടെയാ? ആ വാക്കിന് മാറ്റം വന്നാൽ പിന്നെ എന്റെ മുഖം മാറും. എന്നെ അറിയാലോ. അത് ഉറപ്പല്ലേ? സമയാവട്ടെ. ബന്ധുക്കളായി കഴിഞ്ഞ പിന്നെ നമുക്ക് എത്ര ഫാൻസി ഡ്രസ് വേണം കളിക്കാവല്ലോ എന്റെ മാത്യു ചേട്ടാ. നമ്മുടെ ബില്ലാതെ ഒബാമ പിടിച്ച ഇതുപോലെടാ. അത് ബുഷലിടം കൊണ്ട 2012 ഒബാമയുടെ. മാത്യു ചേട്ടാ, ഫേസ്ബുക്കിലുള്ള മോടെ പുതിയ പടം കാണിച്ചിരട്ടെ? എനിക്ക് നിന്റെ പടം കണ്ടാവും. ഹലോ, എല്ലാം ഓക്കെയാണ് ചോട്ടാ. ഇന്നേ തന്റെ പൊക്കിരിക്കും. ഫോട്ടോ അമേരിക്കയിൽ നിന്ന് ജോണിമോൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കണ്ടത് മതി. ആരവിടെ? ആരോ കണ്ടു ഓടിയില്ലോ. നമ്മളെന്തിനോ കപ്പ് കിട്ടാൻ മാത്യു ചേട്ടാ, എവിടേക്കാ മാത്യു ചേട്ടാ? അങ്ങനെയൊക്കെയായി വരും. എനിക്ക് ശീലുണ്ട്. ഗർഭിണിയാക്കിയ പോലീസിനെ വിളിക്കടാ. നേതാക്കന്മാർക്ക് എന്ത് തെമ്മാടിത്തരാ വന്ന തൃശ്ശൂർ നടക്കില്ലട്ടോ. പ്ലീസ് നാറ്റിക്കരുത്. എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് പ്ലീസ്. കേസി സാർ ക്ഷമിക്കണേട്ടാ, നാട്ടുകാര് പിരിഞ്ഞു പോകാത്തോണ്ടാ ഇത്ര നേരം അകത്തിരുത്തേണ്ടി വന്നത്. മാറാനൊരു മുണ്ടാടോ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാനെന്നും കൂടെ ഉണ്ട് കേസി. ഇതും നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലട്ടാ. കേസിയുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാൻ നമുക്ക് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചാലോ? മിണ്ടാണ്ട് വണ്ടി കയറാൻ നോക്കടോ. വേറൊരാളറിയാതെ ഒതുക്കി തീർക്കാൻ നോക്കുമ്പോഴാ ബൈ ഇലക്ഷൻ തലേ കയറി നിൽക്കുക. മനസ്സിലായടോ? മീഡിയാസിനെ മാത്രം സൂക്ഷിച്ചാ മതി. അവറ്റയാളെ പിടിച്ചാ കിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ചാനലുകാരൻ ഈ കൊലത്തിൽ ഷൂട്ട് ചെയ്തോണ്ടല്ലോ. ചാലിയാരെ പൊക്കാൻ ആള് പോയിട്ടുണ്ട്. കേസി പേടിക്കണ്ട. എന്റെ കേസ് സാറേ, ഇതിലും വലുത് കാണിച്ചിട്ട് നമ്മളെ നേതാക്കന്മാരൊക്കെ കൂളായിട്ട് കിടക്കണം. പിന്നല്ലേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല കേസി. എന്റെ ശരീരം മുഴുവൻ കേസിക്കുള്ള ഇത് പിടിക്ക്. കേസ് സാർ കയറിയേ. നീ വരുന്നില്ലടാ. പുത്തമ്പള്ളി പോയി കേസിക്ക് ഒരു മെഴുകുതിരി കത്തിക്കണം, എന്നിട്ട് വരാ. എനിക്കിത് കണ്ടിക്കാൻ വയ്യ. ഞാനിപ്പോ തല നിന്ന് ചാവും. ഇത് ആവർത്തിക്കില്ല കർത്താവേ, രക്ഷിക്കണേ. നേരെ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോട്ടാ. പിന്നെ ഈ സൈസ് തെണ്ടികളൊക്കെ ആക്കലല്ലേ കർത്താവിന് പാതിരാത്രിക്ക് പണി. ഒരൊറ്റ ന്യൂസും പുറത്തു വരാൻ പോലില്ലട്ടാ. വീണാലും 4 കാലിലേ വീഴൂ. പൂച്ചയുടെ ജന്മല്ലേ കേസി. ചേറ്റ
താൻ പോക്കോ, ഞാൻ വിളിച്ചോളാം. അയ്യോ ഇത് തീരെ പോരട്ടാ. കൊണ്ടുവന്ന ന്യൂസും തീരെ പോരാ കുഞ്ഞാപ്പി. ഉമ്മക്ക് എന്തേലും യൂസ് വേണ്ടേ? താൻ പോക്കോ, ഞാൻ വിളിച്ചോളാം. ആരും കാണണ്ട. പൊക്കോ. ശരി. 2 ദിവസം കഴിഞ്ഞാൽ കോടതി കൂടും. നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ വെച്ച് പിടിച്ചാ നടക്കുമോ ചേട്ടാ? ഹേയ്, അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. അവരുടെ അത്ര കാശും സ്വാധീനവും നമുക്കില്ല. ഗ്രീനു, അപ്പൻ അയച്ചെന്നല്ലേ ബാലൻസ് എത്ര കാശുണ്ടടാ? എന്തിനു ചേട്ടാ? ഇപ്പം മുയലിനെ തൽക്കാലം നമ്മൾ ഉറക്കി കിടത്തിയേക്കല്ലടാ. ആമയ്ക്കുള്ള ലാസ്റ്റ് ചാൻസാ. ഒരു ഡിസിഷൻ ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാട്ടാ. വേറെ ഒരു വഴി മുമ്പിൽ കാണാത്തോണ്ടാ. ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തില്ലാച്ചാ പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. അത് മനസ്സിൽ വെച്ചോളാം. എന്ത്? ഇവിടെ പറഞ്ഞാടാ. നാളെ ഹർത്താൽ. ഈശ്വര, കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? ആ പശങ്കരുത് ഇത് ഒടുക്കത്തെ രാഷ്ട്രീയക്കാരി നീക്കായി പോയിട്ടാ. മുതലാളുടെ ബുദ്ധി ഇത് സമ്മതിക്കണം. നോട്ടിച്ചു സുധാര. ജോയേട്ടാ, സംഭവം നോട്ടിച്ചു. എന്നാലും ഈ പോസ്റ്റർ മാത്രം കണ്ടുകൊണ്ട് ആളുകൾ നാളെ ഹർത്താൽ ആചരിക്കുവോ? ഒരു ടെൻഷൻ. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പല്ലടാ. ഒരു ന്യൂസ് സ്പ്രെഡ് ആകാനുള്ള കറക്റ്റ് പോയിന്റ് നമ്മൾ പിടിക്കണം. അതെങ്ങനെ? ഔ, ദേ വരണു 2 പോയിന്റ്സ്. എന്നിട്ടാ അവിടെ സാറിലേച്ചാ എവിടിക്കാ? നാളെ ഹർത്താലിന് ആ KC മാത്യൂസിനെ തടിച്ചുപെട്ട വീടിന്ന് പോലീസ് നോക്കിത്ര. ഇവരൊക്കെ ഫീൽഡിൽ ഇറങ്ങിയ നമുക്ക് ഭീഷണിയാവൂല അഭയ. ശരിയാ. ഹലോ, ഇന്നിന് നടക്കില്ലടാ. പുലർച്ചോട്ട് ഹർത്താലാ. ഞാൻ വീട്ടിലേക്ക് പോവാ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംഭവം വർക്കൗട്ടാണ് കണ്ടടാ. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടം മോനെ. കിട്ടി. 1.5 റുപ്യയില് സാമ്പാർ ഒതുക്കി വേറെ ഒരു ചാനലിലേക്ക് സാധനം പോയിട്ടില്ല. നമുക്കേ പാർട്ടിയുടെ സേഫ് ലോക്കറിൽ വെച്ചോണ്ട് പൂട്ടാം. എന്തിനാ? തനിക്ക് വിശക്കുമ്പോ പുഴുങ്ങി തിന്നാനോ? അവന്റെ ടേപ്പ്. എടാ മോനെ, പിള്ളേരാരെങ്കിലും മൊബൈൽ എടുത്തിട്ടുണ്ടാവോ? അവര് മറ്റേ ട്യൂബിലിട്ടാ. ട്യൂബാ? എന്നിട്ട് ട്യൂബ്? ഹൈ, നമ്മുടെ ട്യൂബില്ലേ? യൂട്യൂബാ? അമേരിക്കയിലെ ജോണിക്കുട്ടി വരെ കാണൂലോ. അതെ, ഈ അർദ്ധരാത്രിയില് എന്തിട്ടായിരുന്നു KC മെമ്പറുടെ വീട്ടിൽ കാര്യം? അതൊരു ആഭ്യന്തര കാര്യം ചർച്ച ചെയ്യാൻ പോയതാ. ആഭ്യന്തരം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട KC. നൈറ്റ് ഇട്ടിട്ടല്ലേ ആഭ്യന്തര ചർച്ച? ഇനി പത്രത്തിൽ വല്ലതും വരൂ? എന്നാ പിന്നെ തൂങ്ങി ചെത്താ മതി. പത്രം വന്നല്ല, അതിലുണ്ടോ നോക്കിയേ. പിടിവലി കൂടുതലൊക്കെ കീറുള്ളത് പീസ് ഇങ്ങോട്ട് തന്നിടാ. ഓ, ഫ്രണ്ട് പേജിലില്ല. നോക്കട്ടെ. ഇല്ല. ഹർത്താലാ? നോട്ടീസാ? നോക്കട്ടെ. KPSC. എന്താ കേസ് ഇത്? ഇതില് KC എനിക്ക് മനസ്സിലായി. RPA കേസ് എന്താ? പാർട്ടി പളത്താനുള്ള പരിപാടിയാ? എനിക്കൊന്നും അറിയില്ല പപ്പ. കർത്താവേ, റീന്റെ പത്രം വായിച്ചിട്ടുണ്ടാവല്ലോ. KC മേയറാവാനുള്ള വെള്ളം വാങ്ങി വെച്ചട്ടാ. കുറച്ചു ദിവസമാണെങ്കിലും ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുന്നത് ബോഡിക്ക് നല്ലതാ.